ഹലോ മാജിക് മോണിറ്റർ. ഓക്കെ, അപ്പോ നമുക്കിന്ന് മൺഡേ ആണ്. നമ്മൾ സെഷനിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഓൺ ചെയ്ത് മുന്നോട്ട് വരാമോ? ഓക്കെ, അപ്പൊ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് മൺഡേ ആണ്. നമുക്ക് ഇന്നത്തെ ലോ ഓഫ് അട്രാക്ഷൻ സെഷൻ എടുക്കുന്നത് നമ്മുടെ ക്ലാരിറ്റി മെന്റ് ആൻഡ് ഹാബിറ്റ് ട്രാൻസ്ഫോർമേഷൻ കോഴ്സ് ആയിട്ടുള്ള സേഫ് ആളപ്രസാറാണ്. അപ്പോൾ ഈ നല്ലൊരു സെഷൻ നമുക്ക് എടുക്കാൻ വേണ്ടി സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. സേഫ് സർ, പ്ലീസ് വെൽക്കം സർ. ഹായ്, ഗുഡ് മോർണിംഗ്. മാജിക് മോർണിംഗ് ടു ഓൾ. ഓണൊക്കെ എല്ലാവരും നല്ല രീതിയിൽ ആഘോഷിച്ചു എന്ന് കരുതുന്നു. സൗണ്ടിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, എന്നാലും കേൾക്കാൻ പറ്റുന്നുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? സിന്ധു മാം എങ്ങനെ ഉണ്ടായിരുന്നു ഓണം? ഓണം ആർക്കും പറയാം. മണി സാർ എങ്ങനെ ഉണ്ടായിരുന്നു ഓണം? ഉഷാറായിരുന്നു. ഓക്കെ, ഓണത്തിനോടൊക്കെ പോകുന്നുണ്ടോ? ട്രിപ്പ് എവിടെയും പോകുന്നുണ്ടോ? ഇല്ല സർ, ഇവിടെ തന്നെയുള്ളത്, കോഴിക്കോട് തന്നെയുള്ളത്. കോഴിക്കോട് തന്നെയുണ്ട്. വിൻസെന്റ് സാർ എവിടെയുള്ളത്? നാട്ടിലുണ്ടോ അതോ ബാംഗ്ലൂരാണോ? ഹലോ, ബാംഗ്ലൂരാ സാറേ. ബാംഗ്ലൂരാ. ഓണം ഉണ്ടായിരുന്നോ? ഇവിടെ അപ്പാർട്ട്മെന്റില് ഓണം ആഘോഷം ഉണ്ടായിരുന്നു. പിന്നെ ഇന്നലെ ഞങ്ങൾ വീട്ടിലും ഓണസദ്യയൊക്കെയായിരുന്നു. ഓണം ഏറ്റവും കൂടുതൽ ആഘോഷം അടിപൊളിയായിട്ട് ആഘോഷിച്ചു. ഇവിടെ അപ്പാർട്ട്മെന്റില് എൻ്റെ മോളും മോളുടെ കുട്ടികളും ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ബ്രാൻഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു. ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് ഇപ്പം കേരളത്തിന് പുറത്താണെന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തൊക്കെ ഉള്ള രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വലിയ ആഘോഷം. കാനഡയിൽ ഒക്കെ, ഓസ്ട്രേലിയയിലൊക്കെയാണ് വലിയ രീതിയിലുള്ള ഓണാഘോഷം നടക്കുന്നത്. എനിവേ, നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. നമ്മൾ സംസാരിക്കുന്ന ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചാണ്. കുറച്ച് സമയം സംസാരിച്ചിട്ട് നമ്മൾ സെഷൻസ് വൈൻഡപ്പ് ചെയ്യും. ഓക്കെ, ലോ ഓഫ് അട്രാക്ഷനായിട്ട് ബന്ധപ്പെട്ടത് ഇതിൽ പുതിയ ആളുകൾ ആരും ഇല്ല, എല്ലാവരും നേരത്തെ അറിയുന്ന ആളുകൾ തന്നെയാണെന്ന് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഞാൻ മൂന്ന് കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ലോ ഓഫ് അട്രാക്ഷനായിട്ട് ബന്ധപ്പെട്ട 3 കാര്യങ്ങളാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ലോ ഓഫ് അട്രാക്ഷനായിട്ട് കണക്റ്റഡ് ആണ്, എന്ന് നമ്മുടെ പേഴ്സണൽ ലൈഫുമായിട്ട് കണക്റ്റഡ് ആണ്. 3 കാര്യങ്ങൾ എന്ന് പറയുന്നതിൽ ഒന്നാമത്തെ കാര്യം ഡിസിപ്ലിൻ ആണ്. ഡിസിപ്ലിൻ നമ്മുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും അല്ലെങ്കിൽ പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും, ഇനി നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിലൊക്കെ നമ്മുടെ അടുത്ത് ആദ്യം വേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഡിസിപ്ലിൻഡ് ആവുക എന്നുള്ളതാണ്. ഏതൊരു കാര്യത്തിൽ നമ്മൾ ഡിസിപ്ലിൻഡ് ആവുന്നോ, നമ്മൾ ചെയ്യാമെന്ന് പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ എല്ലാ ക്വാളിറ്റിയും, ഒരുപാട് കാര്യങ്ങൾ കൂടുന്നതാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഇതൊരു സിംഗിൾ വേർഡ് ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ കൂടുന്നതാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. എന്താണ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ആർക്കാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക? എന്താണ് ഡിസിപ്ലിൻ? എന്താണ്? ആരും പറഞ്ഞോളൂ. നമ്മളെ തന്നെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകും. നമ്മൾ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നതിനാണ് ഡിസിപ്ലിൻ എന്ന് പറയാൻ സാധിക്കുക. വെരി ഗുഡ്. വേറെ? സ്ഥിരോത്സാഹത്തോടുകൂടി കൊണ്ടുപോവുക. സ്ഥിരോത്സാഹത്തോട് കൊണ്ടുപോകും അല്ലെ? ജീവിതം ഓരോ കാര്യങ്ങളും സ്ഥിരോത്സാഹത്തോടുകൂടി ചെയ്യുക. അതായത് ഇന്ന് ചെയ്തിട്ട് പിന്നെ നാളെ ചെയ്യാതിരുന്നു കഴിഞ്ഞാല് അതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ടാവില്ല. കണ്ടിന്യൂറ്റിയോടുകൂടി കൊണ്ടുപോവുക. ശരി, വെരി ഗുഡ്. ഓക്കെ, നിങ്ങൾ പറഞ്ഞിരിക്കുന്ന അതേ സംഭവം തന്നെയാണ് എന്ത് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അല്ലെ? ബഷീർ സാർ പറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ ദിവ്യ മാം പറഞ്ഞിരിക്കുന്ന സെയിം സാധനം തന്നെയാണ്. എന്ന് വെച്ചാൽ ഒരു ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ചിട്ടയും ക്രമവും കൊണ്ടുവരാം. സോറി, ജീവിതത്തിൽ ചിട്ടയും ക്രമവും ഉണ്ടാക്കി തീർക്കുക. ജീവിതത്തിൽ ചിട്ടയും ക്രമം ഉണ്ടാക്കി കൊണ്ടുവരിക. വെരി ഗുഡ്. ഓക്കെ, ഇതൊക്കെ അക്കൗണ്ടബിലിറ്റി വേണോ സാർ? അക്കൗണ്ടബിലിറ്റി വേണം. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ തന്നെയാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ശരിക്കും അതൊരു പ്രാക്ടീസാണ്. ആ പ്രാക്ടീസിൽ വരുന്ന സംഭവമാണ്
കൺസിസ്റ്റന്റ്ലി കൺട്രോളിങ് യുവർ ബിഹേവിയർ എന്നുള്ളതാണ്. നമ്മളുടെ ബിഹേവിയറിനെ, നമ്മുടെ പെരുമാറ്റങ്ങളെ എന്ത് ചെയ്യുക, കൺസിസ്റ്റന്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുക. അതേപോലെ നമ്മളെ ആക്ഷൻസിനെ, പെരുമാറ്റത്തിനെയും ആക്ഷൻസിനെയും ആൻഡ് ഇമോഷൻസിനെയും പിന്നെ നമ്മൾ സ്പെസിഫിക് ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൺട്രോൾ ചെയ്യുന്നതിന് അല്ലെങ്കിൽ അതിൻ്റെ പ്രാക്ടീസിനാണ് ഡിസിപ്ലിൻ എന്ന് പറയുക. ഇപ്പൊ ഒരു നല്ലൊരു ബോഡി ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് എനിക്ക് നല്ല ബോഡി വേണം. എങ്ങനെയൊക്കെ നല്ലൊരു ബോഡി, ഹെൽത്തി ബോഡി കിട്ടുക എങ്ങനെയായിരിക്കും? ഇപ്പൊ ഒരു മിസ്റ്റർ കേരള അല്ലെങ്കിൽ മിസ്റ്റർ ഇന്ത്യക്ക് ആയിട്ട് അയാൾ എന്ത് ചെയ്യാൻ പോകണം, കോമ്പറ്റീറ്റ് ചെയ്യാൻ പോകണം. അയാൾക്ക് എങ്ങനെ ഹെൽത്തി ബോഡി, അയാൾ എന്തൊക്കെ കൺട്രോൾ ചെയ്യേണ്ടി വരും? അല്ലെ, ഫുഡ് അയാൾ കൺട്രോൾ ചെയ്യേണ്ടി വരും അല്ലെ. അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അയാൾ വിട്ടു നിൽക്കേണ്ടി വരും. അതേപോലെ തന്നെ ഒരുപാട് നല്ല രീതിയിലുള്ള പ്രാക്ടീസുകൾ, എക്സസൈസുകൾ അയാൾ ചെയ്യേണ്ടി വരും. ഇപ്പൊ നമുക്കൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് ഈ കൺസിസ്റ്റൻസിയുടെ കാര്യത്തിലൊക്കെ പറയാൻ പറ്റുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഡിസിപ്ലിന്റെ കാര്യത്തിൽ പറയാൻ പറ്റുന്ന ഒരാൾ മമ്മൂട്ടി എന്ന് പറയുന്നത്. മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ എടുത്തു നോക്കുക, മെസ്സി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ എടുത്തു നോക്കുക, അങ്ങനെ ലൈഫിൽ വിജയിച്ച പൃഥ്വിരാജ് എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾ എടുത്തു നോക്കുക. അങ്ങനെ ലൈഫിൽ നമ്മൾ വിജയിച്ചിട്ടുള്ള ഓരോ ആളുകൾ എടുത്തു നോക്കുമ്പോഴും നമ്മളുടെ ഗോളിലേക്ക് എത്താനും വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് റൂൾസും സ്റ്റാൻഡേർഡ്സും സെറ്റ് ചെയ്യുന്നതിനെ ഡിസിപ്ലിൻ എന്ന് പറയാം. നമ്മൾ ഉദ്ദേശിച്ച ഒരു ഗോളിലേക്ക് എത്താനും വേണ്ടിയിട്ട് അതിന് കുറച്ച് റൂൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ സെറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ബി മാജിക്കിന് കുറച്ച് റൂൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുക, മെഡിറ്റേഷൻ ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുക. ഇത് ബി മാജിക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള വരുന്ന ആളുകൾക്ക്, വന്നുകൊണ്ടിരുന്ന ആളുകൾക്ക് അതിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് ഇത് നഷ്ടപ്പെടുന്ന ഒരു സംഭവം ഉണ്ട്. അപ്പൊ അവിടെ എന്താ നഷ്ടപ്പെടുന്നത്? ഡിസിപ്ലിൻ ആണ് എന്ത് ചെയ്യുന്നത്, നഷ്ടപ്പെടുന്നത്. ഒന്നാമത്തെ കാര്യം ഡിസിപ്ലിൻ കൊണ്ടുവരുന്നത്. ഇതിനെ കണക്ട് ചെയ്തിട്ട് തന്നെയാണ് രണ്ടാമത്തെ കാര്യം വരുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതേ രീതിയിൽ തന്നെ കൺസിസ്റ്റൻസി എന്നുള്ളതാണ്. കൺസിസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. കൺസിസ്റ്റന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് എന്തെങ്കിലും ഒരു ലൈഫിൽ നമുക്ക് ഉണ്ടാവും. അത് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എന്താ പറയാ, 100 മീറ്റർ ഓട്ടമല്ല, അതൊരു മാരത്തോൺ മാതിരിയുള്ള സംഭവമാണ്. പതിയെ പതിയെ ചെയ്താൽ മതി. ആ പതിയെ പതിയെ ചെയ്യുന്നത് എല്ലാ ദിവസത്തിനും ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇതിൽ പല ആളുകൾക്കും ചിലപ്പോൾ രാവിലെ 7 മണി വരെ ഉറങ്ങണം എന്ന് കരുതി കഴിഞ്ഞാൽ അതിപ്പോ ഇമ്പോസിബിൾ ആയിരിക്കും. നമ്മൾ എത്ര മനസ്സിനെ 7 മണി വരെ ഉറക്കാനും വേണ്ടി തയ്യാറായി കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യും, 5 മണിക്കോ 5:30ക്കോ അല്ലെങ്കിൽ 6 മണിക്കൊക്കെ നമ്മൾ എഴുന്നേൽക്കും. കാരണം എന്താ? കാരണം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ആക്ഷൻസിലൂടെ നമ്മളുടെ ഒരു ഹാബിറ്റ് ആയിട്ട് അത് മാറി എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം ഡിസിപ്ലിൻ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ വേണം ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്യാം. അത് നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ ചെയ്യുക എന്നുള്ളതാണ്. ഡോണ്ട് ഡു ഇറ്റ് ഈവൻ ഇഫ് യു ഡോണ്ട് ഫീൽ ലൈക്ക് ഇറ്റ്. നിനക്കത് ഇഷ്ടമില്ലെങ്കിൽ ചെയ്യാം. രാവിലെ എഴുന്നേൽക്കാൻ നമുക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നും ആയിരിക്കില്ല. എക്സസൈസ് ചെയ്യാൻ നമുക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നും ആയിരിക്കില്ല. പുസ്തകം വായിക്കാൻ അത്ര ഇഷ്ടമുള്ള കാര്യമായിരിക്കില്ല. ഇഷ്ടമുണ്ടോ ഇല്ല എന്നുള്ളതല്ല, അയാളത് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളൊരു പട്ടാള ചിട്ട എന്നൊക്കെ പറയും, പട്ടാളക്കാർ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എന്താ സംഭവം, നമുക്കത് ഇഷ്ടമുണ്ടോ ഇല്ല എന്നുള്ളതല്ല, പക്ഷെ നമ്മളത് ചെയ്യുക. അവിടെയാണ് ഡിസിപ്ലിൻഡ് ആണോ നമ്മൾ ചോദിക്കുക. ഞാൻ എന്നോട് ചോദിക്കേണ്ട ചോദ്യം എന്താണ്, സേഫ് ഈ ഒരു ഡിസിപ്ലിൻഡ് വ്യക്തിയാണോ? എന്നോട് ചോദിക്കേണ്ടതാണ്, നിനക്ക് കൺസിസ്റ്റൻസി ഉണ്ടോ, കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടോ, കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നാണ്. മൂന്നാമത്തെ ഒരു ചോദ്യമാണ് ബിലീവ് എന്ന് പറയുന്നത്. ഈ 2 കാര്യത്തിന്റെ കൂടെ നമുക്ക് ബിലീവ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ്. കാരണം എന്താ, ദ ഓൺലി വേ ടു അച്ചീവ് ഈസ് ടു ട്രസ്റ്റ് യുവർ സെൽഫ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കണമെങ്കിൽ അതിനുള്ള എന്താണ്, നിങ്ങൾ വിശ്വസിക്കാത്തൊരു കാര്യവും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കില്ല. നിങ്ങൾ വിശ്വസിക്കാത്തൊരു കാര്യവും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നേടിയെടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. നമ്മൾ വിശ്വസിക്കാത്ത ഒരു കാര്യവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ആദ്യം നിങ്ങൾക്ക് വേണ്ടത് ഇപ്പം ഈ ഒരു വിശ്വാസമാണ്. 3 കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കുക. ഒന്നാമത്തെ കാര്യം ഡിസിപ്ലിൻഡ് ആണ്. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും ചെയ്യുന്നതാണ്. ഡിസിപ്ലിൻഡ് ആവുന്ന കാര്യം ആർക്കും ഇഷ്ടമുണ്ടാവുന്നില്ല. പങ്ക്ച്വലായിട്ട് എത്തുക, ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഡിസിപ്ലിൻ എന്നുള്ള വാക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് സംഭവങ്ങൾ വേണ്ടിവരും നേരത്തെ. അതുകൊണ്ടാണ് അതൊരു പ്രാക്ടീസ് ആണെന്ന് പറയാൻ കാരണം. അത് ഞാൻ പറഞ്ഞു, അതൊരു പ്രാക്ടീസ് ആണ്. ഡിസിപ്ലിൻ എന്ന് പറയുന്ന വാക്ക് എന്താണ്, ഇറ്റ്സ് എ പ്രാക്ടീസ് ഓഫ് കൺസിസ്റ്റൻസി
consistently controlling your behavior, actions and emotions to achieve a specific goal, or adhere to set a rules or standard എന്നുള്ളതാണ്. അപ്പൊ അത് അത്രയും കുറേ കാര്യങ്ങൾ, സെൽഫ് കൺട്രോൾ വരും, പെർസിവൻസ് വരും, ഡെഡിക്കേഷൻസ് വരും, അതേപോലെ തന്നെ സാക്രിഫൈസ് വരും. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്കതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. നമ്മൾ നമ്മോട് ചോദിക്കേണ്ട, വീണ്ടും 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 എടുത്ത് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, ആം ഐ ഡിസിപ്ലിൻഡ് പേഴ്സൺ? ഞാനൊരു ഡിസിപ്ലിൻഡ് പേഴ്സൺ ആണോ? എൻ്റെ ലൈഫിൽ കൺസിസ്റ്റൻസി ഉണ്ടോ? എൻ്റെ ലൈഫിൽ ബിലീഫ് സിസ്റ്റം ഉണ്ടോ? ഈ 3 കാര്യങ്ങളും ഒരാളുടെ ലൈഫിൽ കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ, ഡിസിപ്ലിനും കോൺസിസ്റ്റൻസിയും അതേപോലെ തന്നെ ബിലീവും കൂടെ, ഈ 3 കാര്യങ്ങളും ആഡായി കഴിഞ്ഞാൽ, പ്ലസ് ആയി കഴിഞ്ഞാൽ, അയാളുടെ ലൈഫിൽ അല്ലെങ്കിൽ അയാളുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ടോട്ടലി ചേഞ്ച് ആയിട്ടുണ്ടാവും. അയാളുടെ പേഴ്സണാലിറ്റി ടോട്ടലി ചേഞ്ച് ആയിട്ടുണ്ടാവും. അതിനനുസരിച്ച് അയാളുടെ ചിന്തകളിൽ മാറ്റം വന്നിട്ടുണ്ടാവും, അയാളുടെ ഇമോഷനുകൾ മാറ്റം വന്നിട്ടുണ്ടാവും. അയാൾ പതിയെ പതിയെ ഈ മാനിഫെസ്റ്റേഷൻ ഭാഗത്തിലേക്ക് വളരെ പവർഫുൾ ആയിട്ടുള്ള വ്യക്തിയായിട്ട് മാറും. അപ്പോൾ നമ്മൾ ലോകത്തിൽ ഒരുപാട് ആളുകൾ നോക്കി എന്തായിരുന്നു വോയിസ് ബ്രേക്ക് ഇരിക്കുന്നുണ്ട്, റേഞ്ച് ഇഷ്യൂ തോന്നുന്നു സാറുടെ. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ഇപ്പൊ എല്ലാവർക്കും ഓക്കെ. ഇല്ല, ഇവിടെ കുഴപ്പമൊന്നുമില്ല, അല്ല ക്ലിയർ ആണ്. കുഴപ്പമില്ല സർ. താങ്ക് യു. ഓക്കെ, ശരി. അപ്പൊ ഈ 3 കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നിങ്ങൾ എടുത്തു വെക്കുക, വിജയിച്ച ആളുകളൊക്കെ എടുത്തു വെക്കുക. ഈ 3 ക്വാളിറ്റി നിങ്ങൾക്ക് വിജയിച്ച ഓരോ വ്യക്തികളും കാണാൻ സാധിക്കും. അവർക്കൊരു പക്ഷേ ലോ ഓഫ് അട്രാക്ഷൻ എന്താണ്, ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുമോ, ലോ ഓഫ് അട്രാക്ഷൻ ഇല്ല, അല്ലെങ്കിൽ അതിന്റെ തിയറികളൊന്നും അവർക്ക് അറിയണമെന്നില്ല. അതൊന്നും അവർക്ക് അറിയണമെന്നില്ല, അതവർ പഠിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ അവർ ലൈഫിൽ വിജയിച്ചിട്ടുണ്ടാവും. കാരണം എന്താ? ഈ റൂള് അവർ കീപ്പ് ചെയ്ത് പോയിട്ടുണ്ടാവും. ഈ 3 റൂളുകൾ നമ്മുടെ ലൈഫിൽ, ഈ 3 ക്വാളിറ്റികൾ അല്ലെങ്കിൽ ട്രൈറ്റ്സുകൾ നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ആളുകളുടെ ലൈഫിൽ കൊണ്ടുവരാൻ, നമ്മുടെ മക്കളുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളിൽ, നമ്മൾ അറിയുന്ന ആളുകളിലേക്ക് നമ്മൾ ഇൻജക്ട് ചെയ്ത് കൊടുക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കേണ്ട 3 കാര്യങ്ങൾ ഇതാണ്. നല്ലൊരു ടീം മെമ്പേഴ്സിനെ, നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നല്ലൊരു ടീം മെമ്പേഴ്സിനെ വാർത്തെടുക്കാനും വേണ്ടിയിട്ട് ഈ 3 ക്വാളിറ്റിയുള്ള ആളുകളുടെ നോക്കിയാൽ മതി. നിങ്ങളുടെ ടീമിൽ നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള വ്യക്തികളുണ്ടാവും, അതേപോലെ തന്നെ അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്ന ആളുകളാണ്, അവർ വിശ്വസിക്കുന്നുണ്ട്. 3ാമത്തെ പാർട്ട് ഹെവി ഇമ്പോർട്ടൻ്റ് സംഭവമാണ്. അത് വിശ്വസിക്കുന്നുണ്ടോ? നമ്മുടെ ടീമാണെങ്കിലൊക്കെ നമ്മളത് വിശ്വസിക്കണം. ആ ടീം എന്ത് ചെയ്യണം? അതിന് ലീഡർ വിശ്വസിക്കണം. ഇപ്പൊ ബിമാജിക്ക് ഇത്രയും കാലങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ടീം മെമ്പേഴ്സിൽ ഒരുപാട് എഫേർട്ടുകൾ ഉണ്ടാവും. അവർക്ക് ഡിസിപ്ലിൻ വേണ്ടി വരും, കൺസിസ്റ്റൻസി ഒക്കെ വേണ്ടി വരും. ഓക്കെ, ഇത് 3ഉം നമ്മളെ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ലൈഫിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളിലോ നമ്മൾ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഇനി അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലോ കൂടെ ഉണ്ട്, ദ ലോ ഓഫ് റൈറ്റ് ആക്ഷൻ എന്ന് പറയും. ദ ലോ ഓഫ് റൈറ്റ് ആക്ഷൻസ്. ഇതുമായിട്ട് കണക്ട് ചെയ്ത സംഭവമാണ് ദ ലോ ഓഫ് റൈറ്റ് ആക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോ ഓഫ് റൈറ്റ് ആക്ഷൻസ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും നമ്മുടെ ലൈഫിൽ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നതിന് വേണ്ടി, നമ്മുടെ ലൈഫിൽ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ലോ ഓഫ് റൈറ്റ് ആക്ഷൻസ്. ഈ ലോ ഓഫ് റൈറ്റ് ആക്ഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രീറ്റിംഗ് അതേഴ്സ് വിത്ത് കൈൻഡ്നെസ് ആൻഡ് റെസ്പെക്ട് എന്നുള്ളതാണ്. നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ, നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ കീഴിൽ വരുന്ന ആളുകളായിക്കോട്ടെ, നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ, ഏതൊരു ആളുകളെയും എന്ത് ചെയ്യുക? ലോ ഓഫ് റൈറ്റ് ആക്ഷൻസ് എന്ന് പറയുന്നത് കൈൻഡ്നെസ്സും റെസ്പെക്റ്റോടും കൂടിയിട്ട്, അവരൊരു ദയോടും ബഹുമാനത്തോടും കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോഴാണ് നമ്മളിലേക്കും അതേപോലുള്ള ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ അതേപോലെ ട്രീറ്റ്മെന്റ്സ് നമുക്ക് എന്ത് ചെയ്യുക? തിരിച്ചു കിട്ടുക. നമ്മൾ പറയാറില്ലേ, ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്ന് പറയാറുണ്ട് അല്ലേ? ബഹുമാനം നൽകിക്കൊണ്ട് എന്ത് ചെയ്യുക? ബഹുമാനം തിരിച്ചെടുക്കുക എന്നുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സ്ഥിരമായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ചില ആളുകളുണ്ടാവും, ചിലപ്പോൾ അവർ പാവപ്പെട്ട ആളുകളായിരിക്കും, പക്ഷെ അവർക്ക് എന്തെങ്കിലും ഒന്ന് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓടിയെത്തും. മെഡിക്കൽ കോളേജിൽ അതേപോലെ തന്നെ ചിലപ്പോൾ ഒരു പ്രൈവറ്റ്
ഹോസ്പിറ്റലിൽ പോയി വെക്കുക. ചിലപ്പോൾ ഒരു ആക്സിഡന്റ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ കൂടെ 1-2 പേരൊക്കെ ഉണ്ടാവുള്ളൂ. ചില ആളുകളുടെ കൂടെ ഒരു നാട് തന്നെ മുഴുവനായിട്ട് അവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടാവും. ഒരുപാട് ആളുകളുണ്ടാവും. കാരണം എന്താ, ദ ലോ ഓഫ് റൈറ്റ് ആക്ഷൻസ് അവർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തായിരിക്കും. പല ആളുകളുടെ ലൈഫിലേക്കും മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് ലോ ഓഫ് റൈറ്റ് ആക്ഷൻസ് ആണ്. ലോ ഓഫ് റൈറ്റ് ആക്ഷൻസ് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ എപ്പോഴും നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളെ ഒരു കൈൻഡ്നെസ്സോട് കൂടിയിട്ടും റെസ്പെക്റ്റോട് കൂടിയിട്ടും എന്ത് ചെയ്യുക, ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ക്ലിയർ ആണോ? ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റുകൾ ക്ലിയർ ആണോ? ക്ലിയർ ആണോ? എന്തൊക്കെയായിരുന്നു ആദ്യത്തെ 3 പോയിന്റ്? ഡിസിപ്ലിനും അതേപോലെ തന്നെ കൺസിസ്റ്റൻസി, ബിലീഫ്സും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചലഞ്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? കഴിഞ്ഞ തിങ്കളാഴ്ച എന്തായിരുന്നു മണി സാർ? ഇത് എഫർമേഷന്റെ കാര്യമായിരുന്നു. ഏഞ്ചൽ 55x5. ആരെങ്കിലും പ്രാക്ടീസ് ചെയ്തവരുണ്ടോ? അതിന്റെ ഒരു ഫീഡ്ബാക്ക് പറയാം. ആരെങ്കിലും പ്രാക്ടീസ് ചെയ്തോ? 55x5 5 കാര്യങ്ങൾ 55 തവണ ചെയ്തിട്ട് ആരെങ്കിലും പ്രാക്ടീസ് ചെയ്തോ? എനിബഡി? ആരെങ്കിലും ചെയ്ത ആളുകളൊന്ന് ചാറ്റ് ബോക്സിൽ നിന്ന് കമന്റ് ചെയ്യോ? ആരുമില്ല. ആരും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാവും അല്ലേ? അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇപ്പം എന്തെങ്കിലും വരേണ്ട സമയമായി. കാരണം എന്താ, അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. 55x5 ആണ്. സർ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ ഇതിന് മുന്നേ, അതായത് സർ പറയുന്ന, ഞാൻ ക്ലാസ്സിൽ വരുന്നതിന് മുന്നേ തന്നെ ഒരു വട്ടം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 3x33 ഒരു 5x55 ഇങ്ങനെ. അതായത് ഒരു വട്ടം ഇത് രണ്ടും പരീക്ഷിച്ച് നോക്കിയിട്ട് വിജയിച്ച ആളാണ്. അപ്പൊ ഇതിന് മുന്നേ, അതായത് എനിക്ക് തോന്നുന്നു 2017 കാലഘട്ടങ്ങളിൽ ഒരു വളരെ അത്യാവശ്യമായിട്ട് എനിക്ക് എന്താ പറയാ, ലൈഫില് ഏറ്റവും അത്യാവശ്യം എന്ന് തോന്നിയ ഒരു കാര്യമായിരുന്നു. അപ്പൊ ഞാൻ ആ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ കാര്യം കിട്ടിയിരുന്നു. അതിനുശേഷം ഒരു വട്ടം ഇതുപോലെ തന്നെ 3x33 എന്ന് പറഞ്ഞിട്ട് വേറൊരു റൂൾ ഉണ്ടായിരുന്നു, സെയിം ഇത് തന്നെ. അപ്പൊ അതിലും ഞാൻ വിജയിച്ചിരുന്നു സത്യത്തില്. അപ്പോ ശരി, വെരി ഗുഡ്. ഓക്കെ, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? 55x5 എന്തിനാണ് ചെയ്യുന്നത്, അതുകൊണ്ട് എന്താണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് സംഭവിക്കുക, ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിവേ നിങ്ങൾ അത് പറ്റുന്ന സമയത്തിന് അത് ചെയ്യാന്നുള്ളതാണ്. ഇനി ഒരു കാര്യം കൂടെ, ചെറിയൊരു കാര്യം കൂടെ ഞാൻ സംസാരിക്കാം. ചെറിയൊരു കാര്യം കൂടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ലൈഫിലൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ഒന്നാണ് ആരോഗ്യം എന്ന് പറയുന്നത് അല്ലേ? ആരോഗ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയ സംഭവമാണ്. അതേപോലെ ആരോഗ്യത്തിനോട് കൂടെ തന്നെ കണക്റ്റഡ് ആയി നിൽക്കുന്ന ഒരു സംഭവമാണ് പൈസ എന്ന് പറയുന്നത് അല്ലേ? ഈ 2 കാര്യം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ സംഭവമാണ്. മണി അതേപോലെ ഉള്ള ഒരു കാര്യമാണ് പൈസ എന്ന് പറയുന്നത്. സീക്രട്ട് ബുക്ക് ഇതിൽ ഓൾമോസ്റ്റ് എല്ലാവരും വായിച്ചിട്ടുണ്ടാവും. സീക്രട്ട് ബുക്ക് വായിക്കാത്ത ആളുകൾ ഉണ്ടോ? സീക്രട്ട് ബുക്ക് ഇതിൽ എല്ലാ ആളുകളും ഏകദേശം ആളുകളൊക്കെ വായിച്ചത് തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സീക്രട്ട് ബുക്കിൽ ഒരു ചാപ്റ്റർ ഉണ്ട്, ധനത്തിലേക്കുള്ള രഹസ്യം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. സീക്രട്ട് ബുക്കിന്റെ 108ാമത്തെ പേജിൽ, മലയാളം ബുക്കിന്റെ 108ാമത്തെ പേജിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. പൈസ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കി. ഇതിലൊക്കെ പറയുന്ന ഒരു കാര്യം, സമ്പൽ സമൃദ്ധിയിൽ പണം നമ്മുടെ മനസ്സിനെ എന്ത് ചെയ്യാനാണ്, ഫോക്കസ് ചെയ്യിപ്പിക്കാനാണ്. സമ്പൽ സമൃദ്ധിയിൽ മനസ്സിനെ ഫോക്കസ് ചെയ്യിപ്പിക്കാനാണ് പഠിപ്പിക്കുന്നത്. ഈ ഒരു കാര്യം നമ്മുടെ ലൈഫിൽ നമുക്ക് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ ഒരുപാട് അതിൻ്റെ ഒരു ലെയറിലൂടെ അങ്ങനെ നമ്മളിങ്ങനെ പോകണം. ആ 108ാമത്തെ പേജിൽ പറയുന്ന ഒരു കാര്യം മാത്രം കൂടെ ഡിസ്കസ് ചെയ്തിട്ട് ഞാനിവിടെ നിർത്തും. അതിൽ ഒരു ഹെഡിങ് ഉണ്ട്, പണം കിട്ടാനായി പണം കൊടുക്കുക എന്ന് പറയുന്ന ഒരു ഹെഡിങ്. പല ആളുകളും ഇതിൻ്റെ തന്നെ അട്രാക്ട് മണി നൗ എന്ന് പറയുന്ന
ഡോക്ടർ ജോബിറ്റാലി, ഈ സീക്രട്ടിൽ പറയുന്ന ഡോക്ടർ ജോബിറ്റാലിയുടെ പുസ്തകമുണ്ട്, അട്രാക്ട് മണി നൗ എന്ന് പറയുന്നത്. അതിലൊക്കെ പറയുന്നതും ഈ സീക്രട്ടിൽ പറയുന്നതും ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കൂടുതൽ പണം ലഭിക്കുവാൻ ശക്തമായ ഒരു മാർഗമാണ് പണം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോഴാണത്ര നമ്മൾ റിസീവിങ് മോഡ് ഓൺ ആവുക. ആരാ പണം കൊടുക്കുക? പണം ആരാ കൊടുക്കുക? പൈസ ആരാ കൊടുക്കുക? മറ്റുള്ളവർക്ക് പൈസ ആരാ കൊടുക്കുന്ന? ആരാ? പൈസ ഉള്ളവര് അല്ലേ? അതാണ് എന്റെ കറക്റ്റ് പോയിന്റ്. പൈസ ഉള്ള ആൾക്കാണ് പൈസ കൊടുക്കുന്നത്. ആരത്തെ പൈസ ഉള്ളത്? ആരുടെ പൈസ ഉള്ളത്? പൈസ ഉണ്ടാക്കിയോണ്ട് അല്ലേ? ആരുടെ ഉള്ളത്? ഇതിൽ ഇപ്പൊ ഈ കൂട്ടത്തിൽ ആരത്തൊക്കെ പൈസ ഉണ്ട്? ഇപ്പൊ ഈ 18 പേരിൽ ആരുടെയൊക്കെ കയ്യിൽ പൈസ ഉണ്ട്? അല്ലെ? ബഷീർ സാറെ കയ്യിലുണ്ട്. വേറെ ആരുടെ കയ്യിലുള്ളത്? എന്റെ കയ്യിലുണ്ട്. നിങ്ങളുടെ കയ്യിലുണ്ട്. വേറെ ഷൈനി മാമിന്റെ കയ്യിൽ, എല്ലാവരുടെ കയ്യിലും പൈസ ഉണ്ട്. നമ്മൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുടെ കയ്യിലും പൈസ ഉണ്ട്. ആ പൈസയുടെ തോത് ഡിഫറെന്റ് ആയിരിക്കും. ബാങ്ക് ബാലൻസിൽ ഉണ്ടാകുന്ന പൈസയുടെ തോത് ഡിഫറെന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ കൊടുക്കുമ്പം നമ്മുടെ മൈൻഡ് സെറ്റിൽ സാധനം കൊണ്ടായിരിക്കും. ഓ, ഇതിപ്പോ ഇയാൾ പിരിവ് ചോദിച്ചത് കൊണ്ടാണല്ലോ കൊടുക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തുകൊണ്ടാണല്ലോ കൊടുക്കുന്നത് എന്നതിന് പകരം എനിക്ക് ധാരാളം പണമുണ്ട് എന്നാണ് എപ്പോ എന്ത് ചെയ്യേണ്ടത്? ഉണ്ടാക്കി. നമ്മളെല്ലാവരും പറയാം പൈസ ഉണ്ടായാൽ കൊടുക്കുക എന്നുള്ളതാണ്. പൈസ ഉണ്ടാവില്ല. കാരണം നമ്മൾ ഈ ഡയലോഗൊക്കെ പറഞ്ഞ് ഈ അഫർമേഷൻസിന് ഈ സംഭവങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം നമ്മുടെ മൈൻഡിന്റെ ഉള്ളിലുള്ള സംബന്ധ പൈസ ഇല്ല എന്നുള്ളതാണ്. നമ്മളുടെ ഒരു സമ്പത്തിന്റെ ഒരു ഇത്ര പെർസെൻറ്റേജ്, അതായത് നിങ്ങളുടെ വരുമാനത്തിന്റെ ഒരു 2.5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു 2 രൂപ 50 പൈസ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ 1000 രൂപയിൽ നിന്ന് ഒരു 25 രൂപ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ 10,000 രൂപയിൽ നിന്ന് 250 രൂപ, 1,00,000 രൂപ ഉണ്ടെങ്കിൽ 2,500 രൂപ നമുക്ക് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ലൈഫിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുമെന്നുള്ളതാണ്. ഈ ഭൂമിയിൽ ധനികരായ ആളുകളൊക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവർ വലിയ രീതിയിൽ പരോപകാരികളായിരുന്നതാണ്. നിങ്ങളിപ്പോൾ ഈ കോടീശ്വരന്മാരായിരിക്കുന്ന ഓരോ ആളുകളെ എടുത്തു നോക്കുക. അംബാനിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും, അദാനിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും, അതേപോലെ MA യൂസഫലി സാറിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും, മാർക്ക് സുക്കർബർഗിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും, ബിൽഗേറ്റ്സിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലൊക്കെ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. ബിൽഗേറ്റ്സ് അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ എത്ര പെർസെൻറ്റേജ് ആണ് ചാരിറ്റിക്ക് കൊടുക്കുന്നവരോ? 100 എത്ര പെർസെൻറ്റേജ് ആണ്? 95% അല്ലെ? അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനത്തിന്റെ 95% അദ്ദേഹം എന്ത് ചെയ്യാണ്? ചാരിറ്റിയിലേക്ക് കൊടുക്കാം. കിട്ടുന്ന വരുമാനത്തിന്റെ 95%. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിൽ ഏറ്റവും അധികം തവണ കോടീശ്വരനായിട്ടുള്ള സമൃദ്ധി അല്ലെങ്കിൽ സമ്പന്നനായിട്ടുള്ള വ്യക്തിയായിട്ട് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? നിന്നിട്ടുള്ളതാണ്. അപ്പൊ നമുക്കൊക്കെ ഉണ്ടാവുന്ന ഒരു മൈൻഡ് സെറ്റ് ആണ്, കൊടുക്കാൻ മാത്രം പണം എന്റെ കയ്യിലില്ലല്ലോ. സീക്രട്ടിൽ തന്നെ പറയുന്ന ഒരു സംഭവമുണ്ട്, ദാനം ചെയ്യാൻ മാത്രം പണം എന്റെ കയ്യിലില്ല എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? ഡു യു തിങ്ക് ലൈക്ക് ദാറ്റ്? അത് തന്നെയാണ് പ്രശ്നം. അത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് നിങ്ങളുടെ പക്കൽ വേണ്ടത്ര പണം ഇല്ലാത്തതെന്ന്. ദാനം ചെയ്യാൻ വേണ്ടത്ര പണം നിങ്ങൾക്കില്ല എന്ന് തോന്നിയാൽ ദാനം കൊടുക്കാൻ തുടങ്ങുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ദാനം കൊടുക്കാൻ തുടങ്ങുക, ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. എന്നതിൽ നിങ്ങൾക്ക് വിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ ആകർഷണ തത്വം ഇനിയും കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയും വിധത്തിൽ കൂടുതൽ പണം നിങ്ങൾക്ക് എത്തിച്ചു തരണം. ആ കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ റിസീവിങ് മോഡ് ഓഫാണ്. അപ്പൊ നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ സ്വീകരിക്കുന്ന മാത്രമാണ്. കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്താണ് ഫീൽ വരിക? ആ, ഞാൻ ഓക്കെ ആണ്. എന്റെ പേഴ്സണൽ ലൈഫിലൊക്കെ ഇപ്പൊ എന്റെ ബിസിനസ്സിലാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഒരുപാട് ധാരാളം ഓരോ ടീം മെമ്പേഴ്സിനൊക്കെ വെക്കുന്ന സമയത്തും ഓരോ കാര്യങ്ങൾ വെക്കുന്ന സമയത്തൊക്കെ നമ്മൾ അതിൽ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്, ഇതെനിക്ക് ചെയ്യാൻ പറ്റും, അവരുടെ സാലറി കൊടുക്കാൻ പറ്റും. അങ്ങനെ ആ സിറ്റുവേഷൻസിലൂടെ അങ്ങനെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ടീമിനെ എക്സ്പാൻഡ് ചെയ്യാൻ, ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനൊക്കെ പറ്റും. ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഓരോ ടീം മെമ്പേഴ്സിനെ വെക്കുമ്പോഴും അയാളുടെ ടീമിനെ ഇതാക്കുമ്പോഴും അയാളുടെ ഇൻകം കൂടാനും ചാൻസ് ഉണ്ട്. ഇപ്പൊ നമ്മളൊരു ഒരു രീതി ഉണ്ടാക്കി നോക്കുക. ആർക്കൊക്കെയാണോ ഫിനാൻഷ്യൽ സ്ട്രഗ്ലിങ് അനുഭവിക്കുന്നത്, നിങ്ങളുടെ എത്ര വരുമാനം ഉണ്ട്, നിങ്ങൾക്ക് ഇന്ന് എത്ര രൂപ കിട്ടി? 1,000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ
ഒരു 25 രൂപ ഒരു കൊടുക്കുന്ന ശീലം. ഒരു 10,000 രൂപ കിട്ടുമ്പോൾ ഒരു 250 രൂപ ഒരു ചാരിറ്റിയിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനോ അമ്മക്കോ നിങ്ങളുടെ സിസ്റ്റേഴ്സിനോ നിങ്ങൾ ഇതാക്കുന്നത്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ നമ്മളിപ്പോൾ എൻ്റെ ലൈഫിൽ ഞാനിത് കേട്ട് കഴിഞ്ഞതിന് ശേഷം എനിക്ക് വലിയൊരു മാറ്റം വന്നു. നമ്മൾ ഫിനാൻഷ്യൽ സ്ട്രഗ്ലിങ്, സാമ്പത്തിക ബുദ്ധിമുട്ട് പിന്നെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ കൊടുത്തോളൂ. നിങ്ങൾ ഫിനാൻഷ്യൽ സ്ട്രഗ്ലിങ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പൈസയെന്ന് നിങ്ങളിങ്ങനെ വഴിയിലൂടെ പോകുമ്പോൾ ഒരാൾക്ക് ഒരു ഫുഡ് മേടിച്ചു കൊടുക്കുക. പാവപ്പെട്ട ആളുകൾ നിൽക്കുന്നുണ്ട്, ഒരു പിച്ചക്കാരൻ നിൽക്കുന്ന അയാൾക്ക് ഒരു ഫുഡ് മേടിച്ചു കൊടുക്കാൻ, മറ്റേ ചായ മേടിച്ചു കൊടുക്കാൻ നിങ്ങളുടെ കഴിവിനനുസരിച്ചിട്ട് നിങ്ങൾ കൊടുക്കുക. നിങ്ങൾക്ക് 1000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ 1000 രൂപ സ്പെൻഡ് ചെയ്യണമെന്നല്ല പറഞ്ഞത്. 1000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ 25 രൂപ നമുക്ക് സ്പെൻഡ് ചെയ്തു ഇവിടെ. 1000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ 100 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഒരു 2 രൂപ 50 പൈസ നമുക്ക് സ്പെൻഡ് ചെയ്തു ഇവിടെ. ചെയ്തൂടെ? ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളുടെയും എന്റെയും മൈൻഡ് സെറ്റിലേക്ക് ഒരു ബ്ലോക്ക് ഇവിടെ ഉണ്ട്. നമ്മളിപ്പോ ഈ കരുതുന്നത് എന്താ, 1 കോടി രൂപ ഉണ്ടാകുമ്പോൾ 10 ലക്ഷം രൂപ ഉണ്ടാകുമ്പോൾ അത് കൊടുക്കാന്നല്ല. നമുക്ക് 10 ലക്ഷം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തികയില്ല. നമുക്ക് 10 കോടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തികയില്ല. അപ്പോഴേ നമ്മളെ ആവശ്യങ്ങൾ ഇങ്ങനെ ഇപ്പുറത്ത് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. 10 ലക്ഷം കിട്ടുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കാറ് മാറിയിട്ടുണ്ടാവും. 1 കോടി കിട്ടുന്ന സമയത്ത് നമ്മളുടെ ലൈഫ് സ്റ്റൈൽ മാറിയിട്ടുണ്ടാവും. അപ്പോഴും നമുക്ക് ഈ 1 ലക്ഷം കിട്ടിയിരിക്കുന്ന അതേ പ്രോസ്പെരിറ്റി നമ്മുടെ ലൈഫിൽ ഉണ്ടാവുള്ളൂ. അതിൽ മാറ്റം വരണമെങ്കിൽ നമ്മളൊരു കണക്ക് വെച്ചുകൊണ്ട് കൊടുത്തു നോക്കുക. ഞാൻ പുതിയതായിട്ട് പഠിച്ചൊരു കാര്യം നിങ്ങൾ പഠിപ്പിക്കുകയാണ്. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞെന്നാണ്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് ഇൻസ്പയർ ചെയ്തൊരു സംഭവം ഉണ്ടായി. ഇതെന്താണ് ഇൻസ്പയർ ചെയ്ത സംഭവം ഉണ്ടായത്? ഞാനൊരു ദിവസം എൻ്റെ ഒരു സുഹൃത്തിന്റെ കൂടെ കാറിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. കാറിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ നാളിലൂടെ പോകുന്ന ആളുകൾക്ക് ഇങ്ങോട്ട് വരും എന്ന് പറയും. അപ്പൊ അയാൾ ഇങ്ങനെ വരും, എന്തൊക്കെയാണ് വിശേഷങ്ങൾ, കാര്യങ്ങളൊക്കെ ചോദിക്കും. കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഒരു പൈസയുടെ കെട്ടങ്ങൾ കൊടുക്കുന്നുണ്ട്. പൈസയുടെ കെട്ടുകൾ 5000 രൂപ 10,000 രൂപ കൊടുക്കുക, എന്നിട്ട് വെച്ചോന്ന് പറയും. അപ്പൊ അദ്ദേഹം ചോദിച്ചോ, അദ്ദേഹത്തിന് ദുബൈയിൽ ബിസിനസ് ആണെന്ന്. എന്തെങ്കിലും നിങ്ങൾ ഇത്ര പൈസ കൊടുക്കുന്നു ചോദിച്ചാൽ അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ സമ്പത്തിന്റെ 3% കൊടുക്കാനും വേണ്ടി തീരുമാനിച്ചില്ല. അത് എൻ്റെ പൈസയല്ല. ഇത് കൊടുത്തിട്ട് തീരുന്നില്ല. അപ്പൊ ഞാൻ കാണുന്നതൊക്കെ കൊടുത്ത് തീർക്കുകയാണ്. എന്ത് ഈ 3%? ഞാന് അത് വെച്ച് 3% അതിന് മാത്രം ചോദിച്ചു. ആദ്യമൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴത്തെ ആ 3% എന്ന് പറഞ്ഞാൽ ഒരുപാടായിട്ടുണ്ട്. അപ്പൊ അതിന്റെ കാരണം അദ്ദേഹം പറയാണ്, ഞാൻ എന്ത് ചെയ്തു, കണക്ക് വെച്ചിട്ട് കൊടുക്കാൻ തുടങ്ങി. ആദ്യം ഞാൻ പൈസ കൊടുക്കാറുണ്ടായിരുന്നു. അതിന് ഡിഫറെന്റ് ആയിട്ട് എനിക്ക് കിട്ടുന്ന പൈസയുടെ വരുമാനം ഇത്രയാണെന്ന് മനസ്സിലാക്കി അതിലൊരു കണക്ക് വെച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ തുടങ്ങി. ആ കൊടുക്കാൻ തുടങ്ങിയ സമയത്താണ് എൻ്റെ ലൈഫിൽ ഇത്തരം മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ആ 3% ആണ് അദ്ദേഹം കൊടുത്തിട്ട് തീരുന്നില്ല. 3% കൊടുത്തിട്ട് തീരുന്നില്ലെങ്കിൽ ബാക്കി സമ്പത്തൊക്കെ ഉണ്ടാവും. ക്ലിയർ ആണോ? നിങ്ങൾ ഇന്ന് മുതൽ തീരുമാനിക്കേണ്ടത്, നിങ്ങളുടെ കയ്യിൽ 100 രൂപ ഉണ്ടെങ്കിൽ 2 രൂപ 50 പൈസ അതെനിക്ക് എങ്ങനെ കൊടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഒരു 5 രൂപ എങ്ങനെ കൊടുക്കാൻ സാധിക്കും. 1000 രൂപ ഉണ്ടെങ്കിൽ 25 രൂപ എങ്ങനെ കൊടുക്കാൻ സാധിക്കും. 10,000 രൂപ ഉണ്ടെങ്കിൽ 1000 രൂപ ഉണ്ടാകുമ്പോൾ 25 രൂപ കൊടുക്കാന്ന് പറയുമ്പോൾ നമുക്കെല്ലാം സന്തോഷമൊക്കെ ഉണ്ടാവും. ഇനി നിങ്ങളിങ്ങനെ വെറുതെ പറഞ്ഞു വെക്കാം, 10,000 രൂപ ഉണ്ടാകുമ്പോൾ എത്ര കൊടുക്കണം? 250. അപ്പോഴും നമ്മൾ ഓക്കെ ആയിരിക്കും. 1 ലക്ഷം രൂപ ഉണ്ടാകുമ്പോഴോ 2500. അത് കേൾക്കുമ്പോൾ നമ്മളെ മൈൻഡ് സെറ്റ് എങ്ങനെ വരും നോക്കുക. നിങ്ങൾ നോക്കുക, നമ്മളെ മൈൻഡ് സെറ്റിനുള്ള മാറ്റങ്ങൾ ഇങ്ങനെ പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾക്ക് ഒരേപോലെയാണ് ഫീൽ വരുന്നത് നോക്കുക. 1000 രൂപക്ക് 250 രൂപക്ക് ഓക്കെയാണ്. 10,000 രൂപ ഉണ്ടാവുകയാണെങ്കിൽ 1 ലക്ഷം രൂപ ഉണ്ടാവുകയാണെങ്കിൽ 2,500 രൂപ കൊടുക്കണം. 10 ലക്ഷം ഉണ്ടാകുമ്പോഴോ 27,000. ഇപ്പൊ നമുക്ക് എന്താ ഫീൽ ചെയ്യുന്നത് നോക്കുക. ഇപ്പൊ നമുക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് നോക്കുക. 10 ലക്ഷം 100 രൂപക്ക് 250 കൊടുക്കണം എന്ന് പറഞ്ഞപ്പം നിങ്ങൾക്ക് ഉണ്ടായ അതേ ഫീലിംഗ് തന്നെയാണോ 10 ലക്ഷം രൂപക്ക് 25,000 കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായിരിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കി, ഒന്ന് ആൻസർ ചെയ്തേ. സത്യസന്ധമായിട്ട് ആൻസർ ചെയ്യാം. അല്ല അല്ലേ? 100 രൂപക്ക് 250 കൊടുക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന അതേ ഫീലിംഗ് അല്ല 10 ലക്ഷം രൂപക്ക് 25,000 കൊടുക്കണം എന്ന് പറയുമ്പോൾ
നമുക്ക് ഉണ്ടാവുന്നതെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മളുടെ മണി ബ്ലോക്ക് എത്രമാത്രം ഉണ്ടെന്നുള്ളത്. അവിടെയും ഇവിടെയും പെർസെൻറ്റേജ് കണക്കാണ്. 97.5% നിങ്ങൾക്ക് അവിടെയും കിട്ടിയിട്ടുണ്ട്, ഇവിടെയും കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ തിങ്ക് ചെയ്താൽ മതി. അതേ മൈൻഡ് സെറ്റാണ് നമുക്ക് വരുന്നത് വെച്ചെങ്കിൽ നമ്മൾ ഓക്കെ ആണ്. അല്ലെങ്കിൽ നമ്മൾ ആ മൈൻഡ് സെറ്റിലേക്ക് മാറാനും വേണ്ടി എന്ത് പ്രാക്ടീസ് ചെയ്യണം? 100 രൂപക്ക് 250 കൊടുത്ത് പ്രാക്ടീസ് ചെയ്യണം. ക്ലിയർ ആണോ? കഴിഞ്ഞതിൽ ഞാൻ 55x5 മെത്തേഡ് പഠിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ലെസണാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഇത് ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് എനിക്ക് ഗ്യാരണ്ടി ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം ഇതായിരിക്കും, നിങ്ങളുടെ ഫിനാൻഷ്യൽ ബ്ലോക്കുകൾ പെട്ടെന്ന് മാറും. നിങ്ങളുടെ ഫിനാൻഷ്യൽ ബ്ലോക്കുകൾ പെട്ടെന്ന് മാറും. 100% ഗ്യാരണ്ടിയാണ്. ഫിനാൻഷ്യൽ ബ്ലോക്ക് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് ഇറ്റ് റൈറ്റ് നൗ. 100 രൂപക്ക് 250, അത് മൈൻഡ് സെറ്റ് വെച്ചാൽ മതി. 1000 രൂപക്ക് 25 രൂപ, 10,000 രൂപക്ക് 250 രൂപ, 1,00,000 രൂപ നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര 10 രൂപ സാലറി ഉണ്ടോ? 16 രൂപ മാസം സാലറി കിട്ടുന്നത്. ഒരു 250 രൂപ അമ്മൂമ്മക്കോ അമ്മക്കോ അച്ഛനോ ആർക്കെങ്കിലും ഗിഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ പാവപ്പെട്ട ആൾക്കും എന്ത് ചെയ്യാം, ആ ഒരു മൈൻഡ് സെറ്റോട് കൂടിയിട്ട് നിങ്ങൾ കൊടുക്കും. അത് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അറിയാത്ത രീതിയിലുള്ള വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവട്ടെ. എല്ലാവരുടെ ലൈഫും കൂടുതൽ മനോഹരമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഒറ്റ കാര്യം കൂടെ ശ്രദ്ധിക്കുക, എല്ലാ ആളുകൾക്കും ഈ പൈസ കൊടുക്കാൻ സാധിക്കും. എല്ലാ ആളുകൾക്കും, ഈച്ച് ആൻഡ് എവരി പേഴ്സൺ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ആൾക്കും അതിനുള്ള കഴിവുണ്ട്, അതിന് കഴിയും. അതുണ്ടാവട്ടെ എന്ന് കരുതി കാത്തിരിക്കുകയാണെങ്കിൽ അതൊരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയാം. നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് മനസ്സിലാക്കുക. ദാനം ചെയ്യുന്നതും ത്യജിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഓക്കെ, നിറഞ്ഞ ഹൃദയത്തോടെ കൊടുക്കുമ്പോൾ അതിൽ സുഖാനുഭവം ഉണ്ടാവുന്നു, ത്യജിക്കുന്നതിൽ സുഖാനുഭവമില്ല. അത് പ്രത്യേകം മനസ്സിലാക്കുക. സീക്രട്ട് പറയുന്നത് നിറഞ്ഞ മനസ്സോടെ വേണം കൊടുക്കാൻ. ഉമ്മ ഒരു 500 രൂപ വയ്ക്കുകയാണ്, അല്ലെങ്കിൽ ഇപ്പൊ 1000 രൂപ വയ്ക്കുകയാണ്, അല്ലെങ്കിൽ ബ്രദർ ഒരു കാര്യത്തിന് കുടുങ്ങിയിട്ട് ചോദിക്കുകയാണ്, അത് നിങ്ങൾ ഇഷ്ടത്തോടെ കൊടുക്കുക. കറണ്ട് ബില്ല് അടക്കുകയാണ്, പോലീസിലേക്ക് പെറ്റി ഫൈൻ അടക്കുകയാണ്, ഇഷ്ടത്തോടെ കൊടുക്കും. പൈസ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു സൂപ്പർ ഒരു സാധനം മേടിച്ച് പൈസ കൊടുക്കുമ്പോൾ ഹാപ്പി ആയിട്ട് കൊടുക്കും. ഇത്രയൊക്കെ ബില്ലായോ? നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നില്ല, അത്ര ബില്ലായത് കൊടുക്കുകയും ഹാപ്പി ആയിട്ട് കൊടുക്കുക. ഹാപ്പി ആയിട്ട് കൊടുത്തില്ലെങ്കിൽ വിഷയം നമ്മളവിടെ ബ്ലോക്ക് ഉണ്ടാവും. സോ താങ്ക് യു ഓൾ. ഗോപിക. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി ഈ ഒരു സെക്ഷന്റെ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഇതിന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള നോട്ട്സ് ഒന്ന് ഷെയർ ചെയ്യാവോ? ഓക്കെ, ബഷീർ സർ മ്യൂട്ടാണ്. സർ, ഞാനിത് 1980 മുതൽ തുടങ്ങിയൊരു പരിപാടിയാ. എന്റെ ജീവിതത്തില് ഞാന് അന്നൊരു ബാഗ് വെച്ച എല്ലാ മാസവും എന്റെ ഇൻകത്തിന്റെ പെർസെന്റേജ് ഞാൻ ആ ബാഗിലേക്ക് ഇടും. അതെന്റെ ഫാമിലിയിൽ അത് കോമൺ ബാഗ് എന്നാ പറഞ്ഞു. അപ്പൊ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ആർക്കും ഇന്ന് എടുത്തിട്ട് ആർക്കും കൊടുക്കാം. അതിങ്ങനെ വർദ്ധിച്ചു വരിക എന്നല്ലാതെ ഇങ്ങനെ കൊട്ടും കൊട്ടും. പക്ഷെ അത് അതിന്റെ എഫക്ട് ശരിക്കും സാറ് പറഞ്ഞ മാതിരി പിന്നീടാണ് വളരെ കൊല്ലത്തിന് ശേഷം ഉണ്ടത് സീക്രട്ടൊക്കെ വായിച്ചത്. പക്ഷെ അത് ശരിക്കും പ്രാക്ടിക്കലായിട്ട് എനിക്ക് അനുഭവിച്ച, എനിക്കൊരു ഫൈനാൻഷ്യൽ പ്രശ്നവും ഇല്ലാത്തതിന്റെ ഒരു മെയിൻ കാരണം അതാണെന്ന് ഞാൻ ഇപ്പോഴും വെച്ചു. ആവശ്യക്കാരന് സമയത്തിന് മാക്സിമം കൊടുക്കാൻ ശ്രമിക്കും. എന്റെ ആ ബാഗിൽ നിന്ന് എടുത്തിട്ടുണ്ട്, തിരിച്ചു കിട്ടിയാൽ നല്ലത്. അങ്ങനെ ബാക്കിയുള്ള ആൾക്കൊക്കെ അത് കേൾക്കേണ്ട സംഭവമാണ്. കാരണം എന്താ, ഞാൻ പറയുന്നതിനെക്കാട്ടിലും നിങ്ങൾ കേൾക്കേണ്ട വാക്ക് ബഷീർക്കേണ്ടതാണ്. കാരണം ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ മനസ്സിലാക്കുന്ന സംഭവം എന്താ, ഞാൻ ജനിക്കുന്നതിന് മുമ്പ്, ഞാൻ സീക്രട്ട് വായിക്കുന്നതിന് മുമ്പല്ല, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പ്രാക്ടീസ് ചെയ്ത കാര്യം സീക്രട്ട് തന്നെ കുറെ വർഷങ്ങൾക്ക് ശേഷം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഫിനാൻഷ്യൽ ഒരു ബുദ്ധിമുട്ടും അദ്ദേഹത്തിന്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. ഇതേ മെത്തേഡാണ് അദ്ദേഹം യൂസ് ചെയ്തത്. ഇനി നമ്മൾ ആലോചിച്ച് നോക്കാൻ നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ടോ? യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഇത് യൂസ് ചെയ്തോളൂ. സുഖസുന്ദരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഈ പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. വേറെ ഓക്കെ, താങ്ക് യു ബഷീർ സർ. ദെൻ നെക്സ്റ്റ് ആരെങ്കിലും ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാവോ?
പുതുതായിട്ട് ജോയിൻ ചെയ്തിട്ട് ജൂബി ഷിബു ഉണ്ട്. ഒന്ന് ഓക്കെ. ദിവ്യ മാം. ഹലോ. ഹലോ ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ജൂബി ഷിബു. ഞാനിപ്പോ ഈ ക്ലാസ്സിലെ മണി എങ്ങനെ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് സാർ പറഞ്ഞതെന്ന് തോന്നുന്നു. കുറച്ച് 6 മണി തൊട്ടാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയത്. അപ്പൊ അതില് കൂടുതൽ കൊടുക്കുക, അപ്പൊ അതിനനുസരിച്ചിട്ട് കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റും എന്നാണ് സാറ് പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അപ്പൊ തീർച്ചയായിട്ടും ഇന്നു മുതൽ നമുക്കതിന് എല്ലാവർക്കും കൂടി തയ്യാറെടുക്കാം. അപ്പൊ ഇതുവരെ അങ്ങനെ ഒരു കണക്ക് വെച്ചിട്ടൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമ്പോഴൊക്കെ ചെയ്യാം എന്നൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു കണക്കോ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു ചിന്താഗതികളോ അതിന്റെ പിന്നിലുണ്ടായിരുന്നില്ല. അപ്പോ ഇങ്ങനെയൊക്കെ ചെയ്തു തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചിന്തകളിലും നമ്മുടെ പ്രവൃത്തികളിലും നമ്മളെ തന്നെ അത് സ്വാധീനിക്കും. നമുക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് പറ്റുമെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് ചെറിയ കോൾഡ് ഉണ്ട്, അതുകൊണ്ട് സൗണ്ട് അത്ര ക്ലിയർ അല്ല. പിന്നെ ഞാൻ ബി മാജിക്കിന്റെ ടീമിൽ ഉണ്ടായിരുന്നതാണ്. അപ്പൊ വീണ്ടും എനിക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പൊ അതിനുള്ള കാര്യങ്ങളും കൂടി ഒന്ന് ചെയ്തു തരണം എന്ന് റിക്വസ്റ്റ് ചെയ്തിട്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. ഓക്കെ മാം. ഓക്കെ. Then ദിവ്യ മാം. ഹലോ. ഓക്കെ. സാറ് പറഞ്ഞ പോലെ തന്നെ ഇത് ഈ എന്താ പറയാ, ദാനം ചെയ്യാന്ന് പറയുമ്പോ അങ്ങനെ സ്ഥിരമായിട്ടൊരു പെർസെൻറ്റേജ് വെച്ച് കൊടുക്കാറില്ല. പക്ഷെ ചിലപ്പോഴൊക്കെ മനസ്സിൽ തോന്നുമ്പോ ചെയ്യും എന്ന് അല്ലാതെ ഇങ്ങനെ സ്ഥിരമായിട്ടൊരു ഡിസിപ്ലിൻ വെച്ച് ചെയ്യാറില്ല. അപ്പോ അതൊന്നും ചാലുവാക്കണം. ഇന്നു മുതൽ ഞാനും ഈ മാസം തുടങ്ങി ചെയ്യണം എന്ന് വിചാരിക്കുന്നു. ഡിസിപ്ലിൻ വെച്ച് ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സിൽ എന്താ പറയാ, ഒന്ന് നമുക്കൊരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. രണ്ടാമത്തത് നമ്മളുടെ മനസ്സിലൊരു എബണ്ടൻസ് വരും, സാറ് പറഞ്ഞ പോലെ. അതാണ് എനിക്ക് ഈ ക്ലാസ്സിൽ നിന്ന് മനസ്സിലായത്. ഒരു എബണ്ടൻസോട് കൂടി നമ്മളുടെ നമ്മൾ പൈസ കൊടുക്കുമ്പോൾ സന്തോഷത്തോടു കൂടി കൊടുക്കുമ്പോൾ അതിൻ്റെതായ ഒരു എബണ്ടൻസ് നമ്മളുടെ ഉള്ളിൽ, മനസ്സിലും ലൈഫിലും വരും. അപ്പോ അത് താങ്ക് യു സോ മച്ച് സർ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. സോറി. ഓക്കെ ദിവ്യ മാം. ജൂബി മാം, ഞാൻ എന്റെ നമ്പർ ഒന്ന് ചാറ്റിൽ ഇടുന്നുണ്ട് മാം. എന്റെ നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്യാവോ? യെസ് ഞാൻ ചെയ്തോളാം. ഓക്കെ മാം. ദെൻ ഷാജിൻ സർ. ഗുഡ് മോർണിംഗ്. നല്ലൊരു സെഷൻ ആയിരുന്നു. വളരെ ടെസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്ലാസ് ആയിരുന്നു ഇന്നത്തെ. കാരണം ഞാനിത് ചെയ്തിരുന്നു ഞാൻ ഫസ്റ്റ്, പിന്നെ എനിക്കത് നിർത്തേണ്ടി വന്നു. അത് വളരെ ഒരു കണക്ക് വെച്ചിരുന്നില്ല. അത് കൊടുക്കുമ്പോൾ നമുക്ക് കുറെ ബാധ്യതകൾ ഉണ്ടായിരുന്നു, എന്നാലും ഞാനത് ചെയ്തിരുന്നത്. ഇത് പഠിച്ചിട്ടല്ല, പക്ഷെ അതിന്റെ ഒരു ഉള്ളിൽ വന്നിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. പിന്നെ അത് നിർത്തി വെക്കേണ്ടി വന്നു. അപ്പൊ അതൊരു ടെൻഷനായിരുന്നു. പിന്നെ നമ്മുടെ ടേബിൾ ടോക്കിലൊക്കെ വന്നതിന് ശേഷം ഞാനത് ചെയ്തു. ഇപ്പൊ അത് വിജയിച്ചുകൊണ്ടിരിക്കുന്നു. വെരി ഗുഡ്. ഒരു പ്രത്യേക സമയം ശ്രദ്ധിക്കുന്ന ഒരു കണക്ക് വെച്ച് നിങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ വരുമാനം അതെ. ഇപ്പൊ ഞാനിപ്പോ എൻ്റെ ഒരു വരുമാന ലാഭവിഹിതത്തിൽ നിന്ന് അതിൻ്റെ ഒരു 35%, അതായത് 1350 രൂപ ഞാനത് മാറ്റിയിരിക്കുന്നത്. അതിന്റെ വരുമാനം അല്ലാന്ന് വിചാരിച്ചിട്ടാണ് മാറ്റിയിരിക്കുന്നത്. അതെനിക്കുള്ളതല്ല. അതിപ്പോ 1,35,000 രൂപ. അങ്ങനെ തന്നെയാണ് ഞാൻ എഴുതി വെച്ചിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരാളെ വെച്ചുകൊണ്ട് തന്നെയാണ് അത് എഴുതുന്നത്. അപ്പൊ അതെനിക്കൊരു ഭയങ്കരമായിട്ടുള്ളൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട് എനിക്ക്. അതിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. താങ്ക് യു സർ. താങ്ക് യു. ഗ്രേറ്റ്. Then Sindhu ma'am. Hi, magic morning. ദാനം ചെയ്യുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം ഞാനും ചെയ്യാറുണ്ട്, പക്ഷെ അത് കണക്കൊന്നും ഉണ്ടായിട്ടല്ല. നമ്മളെ മുന്നിൽ എത്തിപ്പെടുന്ന ആരെങ്കിലുമൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ പറയുമ്പോ നമ്മളതിൽ എന്താണുള്ളത് അതെടുത്ത് കൊടുത്തിട്ട് അവരെ സഹായിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യാറുള്ളത്. ഇപ്പൊ കുറച്ചു ദിവസം മുന്നേ ഞാൻ എന്റെ മനസ്സിലിങ്ങനെ വേറൊരാളുടെ നിന്ന് കിട്ടിയ ഒരു ആശയാണ്, അവര് ചെയ്യണ ഒരു കാര്യമാണ്. അത് കിട്ടിയപ്പോ എനിക്കും തോന്നി ഇതുപോലെ നമ്മളെ ഒരു ഏരിയയിലും ചെയ്താലോ എന്ന് ഇങ്ങനെ തോന്നി. കാരണം ഒരുപാട് പാവപ്പെട്ടവര് മരുന്ന് വാങ്ങാനും ഇതിനൊക്കെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. അപ്പൊ ഞാൻ നമ്മളോടുള്ള കുറച്ച് കുട്ടികളെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു, മക്കളെ നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങിയാലോ നമ്മളെ ഏരിയയില്.
ഇതുപോലെ ഒരു ഏരിയ കണക്കാക്കി എടുത്തിട്ട് നമ്മൾക്ക് കിട്ടണയിൽ നിന്ന് ഒരു വിഹിതം അവർക്ക് മരുന്ന് വാങ്ങിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടി നമുക്ക് ചെയ്യാൻ വേണ്ടി ഒരു അസോസിയേഷൻ തുടങ്ങിയാലോ എന്ന് ഞാൻ അങ്ങനെ ചോദിച്ചപ്പോ അവര് പറഞ്ഞ് ഞങ്ങൾ അതിനെ നോക്കുന്നുണ്ട് ടീച്ചറെ, ഞങ്ങൾക്കും താല്പര്യമുണ്ട്, എന്നാ അതിലൊരു ആളായിട്ട് എന്നെയും കൂടി കൂട്ടണം കേട്ടാന്ന് പറഞ്ഞ് ഇപ്പൊ ഒരു ആഴ്ച 2 ആഴ്ച ഉണ്ടാവും ഞാനത് അവരോട് പറഞ്ഞിട്ട്. അപ്പൊ ഒരു ഓണം കഴിഞ്ഞിട്ട് റെഡി ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും കിട്ടണേൽ ആകെ 13,000 റുപ്യ കിട്ടുന്നെങ്കിലും 1000 രൂപ അവർക്ക് കൊടുക്കാൻ എന്നെ കൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അത് വലിയൊരു പുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ കണക്കാക്കുന്നത്. അങ്ങനെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. എന്തായാലും ഞാനും അതിലേക്ക് ഒരു പങ്കാളിയാവാൻ തയ്യാറായിക്ക്. നല്ല ക്ലാസ് ആയിരുന്നു സാറേ. ഓക്കെ, താങ്ക് യു. ഒരു ചെറിയൊരു അനുഭവം കൂടി പറയാൻ, ഞാൻ അന്ന് കഴിഞ്ഞ പ്രാവശ്യം കുറച്ചായി ഇപ്പൊ നമ്മളെ റസാഖ് സാറ് ഒരിക്കൽ പറഞ്ഞൊരു കാര്യമാണ്, സാർ ദാനം ചെയ്ത് സാറ് 4 ഇരട്ടി കിട്ടിന്ന് പറഞ്ഞിട്ട് ഒരിക്കൽ പറഞ്ഞു. പക്ഷെ നമ്മള് കൊടുക്കുമ്പോ മനസ്സ് സന്തോഷിച്ച് നമ്മൾ കൊടുക്കണം. ഒരിക്കലും നമ്മള് രാഗിയിട്ട് കൊടുക്കുക പാടില്ല. നമ്മളിപ്പോ ധർമ്മക്കാരൻ വരികയാണെങ്കിലും 1 രൂപയാണ് നാണയം കൊടുക്കണമെങ്കിൽ അത് നമ്മളെ സന്തോഷത്തോടെ കൊടുക്കുമ്പോ അതിന്റെ 4 ഇരട്ടിയിട്ട് നമുക്ക് കിട്ടുന്നുള്ളത് എനിക്ക് അനുഭവത്തിലൂടെ ഞാൻ പഠിച്ചൊരു കാര്യമാണ്. അപ്പൊ അത് ഇന്നും ഒരാൾക്ക് ഒരു 50 രൂപ ദാനം ചെയ്തിട്ട് ഒരു 200 രൂപ എനിക്ക് കിട്ടിയത് അത് ഇന്നും എന്റെ പേഴ്സിൽ ഇരിക്കുകയാണ്. ഞാൻ ഇതുവരെ എന്തൊക്കെ ബുദ്ധിമുട്ടായിട്ട് ഞാൻ ആ പൈസ എടുത്തിട്ടേ ഇല്ല. കാരണം ആദ്യമായിട്ട് എനിക്ക് അങ്ങനെ കൊടുത്ത് മനസ്സറിഞ്ഞ് കൊടുത്തിട്ട് എനിക്ക് തിരിച്ചു കിട്ടിയൊരു പ്രതിഫലമാണത്. അത് അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച എടുക്കലില്ല. അപ്പൊ അത് സത്യമാണ്, 100% സത്യമാണ്. സക്സസ് പറഞ്ഞൊരു 4-5 ദിവസം കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോഴേക്കാണ് എനിക്കത് എന്താ അതൊന്നും ഓർമ്മയിലുണ്ടായിട്ടല്ല, നമ്മളത് കൊടുത്ത്. പക്ഷെ നമുക്കത് കിട്ടിയപ്പോ എനിക്ക് മനസ്സിലായി കൊടുക്കണതിന്റെ 4 ഇരട്ടി നമുക്ക് കിട്ടുന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ അത് മനസ്സറിഞ്ഞ് കൊടുക്കണം, സന്തോഷത്തോട് കൊടുക്കണം. ഓക്കെ, താങ്ക് യു. മാജിക് മണി സാർ, ഞാനും ഇത് പ്രാക്ടീസ് ചെയ്യലുണ്ട് മുമ്പ് മുതലേ. പക്ഷെ അത് ഒരു ഡേറ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക എമൗണ്ട് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക പെർസെൻറ്റേജ് വെച്ചിട്ടൊന്നല്ല. പക്ഷെ അന്ന് എന്തായാലും ഒരു 3% മുകളിൽ 3 to 4% ഏകദേശം വരാറുണ്ട്. അത് ചിലപ്പോൾ എൻ്റെ ബർത്ത്ഡേൻ്റെ അന്നായിരിക്കും, അല്ലെങ്കിൽ സാലറി വാങ്ങുന്ന അന്നായിരിക്കും, അല്ലെങ്കിൽ മാരേജ് ആനിവേഴ്സറി, അങ്ങനെയുള്ള ഒരു വിശേഷ ദിവസങ്ങളിലാണ് അങ്ങനെ വരിക. അതിന് കണക്ക് കാര്യങ്ങളൊന്നും ഇല്ല. ഒരു കറക്റ്റ് 3% അല്ലെങ്കിൽ 2.5 എന്നുള്ള ഒരു ഇതിലൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ എന്തായാലും അത് ചെയ്യുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു സന്തോഷം, റിലീഫ് ഉണ്ടല്ലോ, അത് ഭയങ്കര തന്നെയാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യാതെ തന്നെ കൊടുക്കുന്ന കാര്യങ്ങളാണ്. അത് മുമ്പ് നമ്മളെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അങ്ങനെ ആ ലൈനിലേക്ക് എത്തിയതാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ ഈ 2.5 അല്ലെങ്കിൽ 3%, 5% എന്നൊക്കെ ഒരു എക്സാമ്പിൾ പറഞ്ഞോ. നിങ്ങൾക്കൊരു പെർസെൻറ്റേജ് ഫിക്സ് ചെയ്തിട്ട് ചെയ്യാൻ പോകുന്നതാണ്. ഓക്കെ, അതൊരു ഇസ്ലാമിക് പെർസ്പെക്റ്റീവ്സിൽ 2.5% ആണ് എപ്പോഴും പറയാറുള്ളത്. നമ്മളെ സമ്പത്തിന്റെ 2.5% ഞങ്ങൾക്ക് സക്കാത്ത് ചെയ്യണം എന്നുള്ളതാണ്. ആ ഒരു പെർസ്പെക്റ്റീവിൽ പറഞ്ഞെന്നുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് അത് ഫിക്സ് ചെയ്യാം, 1%, 2.5 അല്ലെങ്കിൽ ഒക്കെ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ലൈഫിൽ ഞാൻ പറഞ്ഞല്ലോ, അത് കൊടുക്കുന്നതോടെ നമുക്ക് എന്ത് ചെയ്യും വരും. പക്ഷെ നമ്മളൊരു ബേസിക് റൂൾ വെച്ചിട്ട് എന്ത് ചെയ്യാം, കൊടുക്കാൻ നോക്കുക എന്നുള്ളതാണ്. ഓക്കെ സർ. Then ഷൈനി മാം. ഷൈനി മാം കേൾക്കാവോ? ഓക്കെ ഓക്കെ, നമുക്ക് അങ്ങനെയാണെങ്കിൽ സെഷൻ വൈൻഡ് അപ്പ് ചെയ്താൽ. ഷൈനി മാം കേൾക്കുന്നുണ്ട്? ഷൈനി മാം. സിസ്റ്റർ, താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാവരുടെ ലൈഫിൽ ഇതുപോലെ ക്യാഷും കാര്യം കൊടുക്കാനും അതേപോലെ ഒരുപാട് എയിം ചെയ്യാനും പറ്റട്ടെ. അങ്ങനെ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്താലോ സർ? ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച് ടു ഓൾ. അപ്പൊ എല്ലാവരും ഓണൊക്കെ അടിച്ചു പൊളിക്കാന്ന് വിചാരിക്കുന്നു. എനിവേ എല്ലാവർക്കും ഹാപ്പി ഓണം. താങ്ക് യു. ടു ഓൾ.